ഹലോ, അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ളവരുണ്ട്. ഒരു ദിവസം കണ്ടാലോ, രാവിലെ എണീറ്റ് കല്ലേച്ച് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് നേരെ നല്ല മഴയായിരുന്നു. അപ്പോൾ നേരെ കുറച്ച് നേരം മഴയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എൻ്റെ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി. കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കി, മഴയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാനവിടെ ഒരാളെ കണ്ടത്. ഒരാളല്ല, അവരുടെ ഫാമിലി ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നേ. അച്ഛനും അമ്മയും പിള്ളേരൊക്കെ ആയിട്ട് 4 പേരുണ്ടായിരുന്നു. പക്ഷെ അവരിങ്ങനെ ഓടിക്കളിക്കണതാണ് നല്ല രസമായിരുന്നു. മഞ്ഞ കളറായതുകൊണ്ട് മഞ്ഞ ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് കളർ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. കുറേ നേരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം, മഴ പെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ പോയിട്ട് ചില്ലിൽ നിന്ന് കുടഞ്ഞ് മഴത്തുള്ളി വീഴത്തില്ലേ, ആ സംഭവം. ഇതായിരിക്കുന്നു നമ്മുടെ ആൾ. അങ്ങനെ കുറേ നേരം ഇവരായിരുന്നു ഇന്ന് എൻ്റെ രാവിലത്തെ ഒരു ഡോപമൈൻ എന്ന് പറയുന്നത്. കുറേ നേരം ഇവരെ നോക്കി നിന്നു. ദെൻ നമ്മുടെ റോട്ടിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ചുമ്മാ പോയിട്ട് ആ വെള്ളത്തിൻ്റെ അവിടെയൊക്കെ പോയി നിന്നു. പിന്നെ എനിക്ക് ലാപ്പിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഞാനൊരു ഓൺലൈൻ ക്ലാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്ക്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് നമുക്ക് ടൈം കിട്ടുന്ന ചെയ്താൽ മതി. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അമ്മ വിളിച്ചു. അമ്മയുടെ അടുത്ത് പോയി വന്നതിന് ശേഷം ഞാൻ ഒരു മൂവി എടുത്ത് പ്ലേ ചെയ്തിട്ട് ഒരു ഇത്തിരി നേരം കണ്ടു കഴിഞ്ഞു. ദെൻ വീണ്ടും അമ്മ വിളിച്ചപ്പോൾ അടുക്കളയിൽ പോയി. അടുക്കളയിൽ ഈ ഒരു വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദെൻ അമ്മയ്ക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെ കടയിൽ പോയിട്ടോ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ, ടൈ വെറൈറ്റീസ് ആൻഡ് ലേസ്. ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ. പക്ഷെ ഇപ്പോൾ ഞാൻ കടയിൽ പോകുന്നത് അതിന് വേണ്ടിയിട്ടല്ല, വേറൊരു സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഒരു സാധാരണ എടുക്കാറുള്ളത് 10-ലേക്കാണ്, ഈ പ്രാവശ്യം 5-ൻ്റെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ അതെടുത്തോണ്ട് ഞാൻ കടയിൽ നിന്ന് നേരെ പോകുന്നു കേട്ടോ. കടയിൽ നിന്ന് ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല, കൂടുതൽ നഷ്ടം നമുക്ക് വരും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേഗം പോകാമെന്ന്. അങ്ങനെ അതും തിന്ന് നേരെ ടി വിയും കണ്ടു കിടന്നിട്ടായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ദിവസം.